ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി വലിയ തോതിൽ മോഷ്ടിക്കപ്പെട്ടു എന്ന ആരോപണം ഉറച്ചു തന്നെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷവും അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ സ്വർണം പൂശാൻ എന്ന പേരിൽ അവിടെ ഇളക്കിയെടുത്ത് അത് മറിച്ച് വിൽക്കുകയായിരുന്നോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി തന്നെ നിൽക്കുകയാണ്. ചെമ്പുപാളിയുമായി ബന്ധപ്പെട്ട ആദ്യ സസ്പെൻഷൻ തന്നെ വന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ വിഷയത്തിൽ ബി മുരാരി ബാബുവിനെയും അതുപോലെ തന്നെ മുൻ ക്ഷേത്ര തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവരെയും ചോദ്യം ചെയ്യണം എന്ന ആവശ്യം പ്രതിപക്ഷം അതിശക്തമായി ഉന്നയിക്കുകയാണ്. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബോഡി ഷെയ്മിങ് നടത്തിയത്. ആരെ? പെരിന്തൽമണ്ണ MLA ആയ നജീബ് കാന്തപുരത്തെ. അങ്ങനെ ബോഡി ഷെയ്മിങ് നടത്തിയാൽ ഈ വലിയ രീതിയിലുള്ള കളവ് താൽക്കാലം വഴിതിരിച്ച് വിടാം, ഈ വിഷയം ആളുകൾ മാറ്റി ചർച്ച മുഴുവൻ ബോഡി ഷെയ്മിങ്ങിലേക്കാകും എന്ന് വിചാരിച്ചു. അതിനുവേണ്ടിയുള്ള രീതിയിലാണ് പൊക്കം കുറഞ്ഞ വ്യക്തി ആ പരാമർശം കണ്ണൂരിൽ ഉപയോഗിക്കുന്ന നാടൻ ശൈലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ചത്. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ MLA, പുതുപ്പള്ളിയിലെ MLA ആയ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ കൂടിയായ ചാണ്ടി ഉമ്മൻ വളരെ വ്യക്തമായി തന്നെ അസന്നിഗ്ധമായി പ്രതികരിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന് വിഷയം ഡൈവേർട്ട് ചെയ്യണം, അതിനുവേണ്ടി അദ്ദേഹത്തിന് മറ്റു വഴികളില്ല. എന്നാൽ പിന്നെ ബോഡി ഷെയ്മിങ് നടത്തിയാൽ ഈ വിഷയത്തെ അങ്ങ് വളച്ചൊടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ വീഴുന്നവരല്ല UDF നേതാക്കളും MLA മാരുമെന്നും അങ്ങനെ ഒരു വ്യക്തിയെ ബോഡി ഷെയ്മിങ് ചെയ്തതുകൊണ്ട് എല്ലാവരും അതിൻ്റെ പിറകെ പോയി യഥാർത്ഥ വിഷയത്തിൽ നിന്നും വ്യതിചലിക്കപ്പെടുമെന്ന് ആരും കരുതുകയും വേണ്ട. ഈ വിഷയത്തിൽ സ്വർണ്ണപ്പാളി ഊരിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് സ്വർണം അടിച്ചു മാറ്റുക തന്നെയാണ് ചെയ്തത്. കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റുക തന്നെയാണ് ചെയ്തത്. ദേവസ്വം ബോർഡിലെ വെള്ളാനകൾ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണത്തിനാണ് ഉത്തരവിടേണ്ടത്. ചർച്ചകൾക്ക് ഇനി പ്രസക്തിയില്ല, ചർച്ചകൾക്ക് വിരാമമിട്ടിരിക്കുന്നു. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, കോൺഗ്രസ് നേതൃത്വത്തിന് പടക്കുതിരകളായി ഷാഫിയും രാഹുൽ മാങ്കൂട്ടും അതുപോലെ ചാണ്ടി ഉമ്മനും ഒക്കെ വരുന്നത് CPIM-ന് ദഹിക്കുന്നില്ല. CPIM-നെ സംബന്ധിച്ചിടത്തോളം അരോചകത്വം നിറഞ്ഞതാണ്. കാരണം അവരുടെ തുടർഭരണ സ്വപ്നങ്ങൾ, മോഹങ്ങൾ എല്ലാം പൊളിച്ചെടുക്കാനും തകർക്കാനും ഈ യുവനിരയ്ക്ക് കഴിയും എന്നത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഇവരുടെ മതിപ്പ്, ഇവരുണ്ടാക്കുന്ന ഓളം, അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്, വടകരയിൽ CPIM-ൻ്റെ സൈബർ പോരാളികൾ ചെമ്പട ഇത് ചെമ്പട എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് അത് മനസ്സിലായത്. സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് അവിടെ ചെമ്പാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ സൂചനയാണ്. അത് നമ്മൾ മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്ന് പരിഹസിച്ചിരിക്കുകയാണ്.